ഇവിടുത്തെ ഗ്രാമപ്രദേശത്തെ സ്ഥലങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഗ്രാമപ്രദേശം പറഞ്ഞാൽ ഉള്ള ഏരിയയാണ്, അതായത് ടൗണിൽ നിന്ന് ഒരുപാട് വിട്ടു മാറിയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ അത്. ഇത് വൈകുന്നേര സമയത്ത് ഇവിടെ വന്ന് ഇരുന്ന് റെസ്റ്റ് ചെയ്യാനും എക്സസൈസ് ചെയ്യാനും അങ്ങനെയുള്ള എല്ലാം സ്ഥലമാണ്. ഇത് ഏകദേശം ഈ റോഡ് ഇതേപോലെ ട്രാക്ക് ഏകദേശം ഒരു 1.5 കിലോമീറ്ററോളം ദൂരമുണ്ട് കേട്ടോ. മൊത്തം കിലോമീറ്റർ ഏകദേശം ഒരു 1.5 കിലോമീറ്ററോളം ഇതിന് ദൂരമുണ്ട്. ഇത് അതിനിടയിൽ അവർ അതിനെ അലങ്കാരപ്പെടുത്താൻ വേണ്ടിയിട്ട് കല്ലുകളെല്ലാം ഉപയോഗിച്ച് ഇൻ്റർലോക്കും അലങ്കാര കല്ലുകളെല്ലാം ഉപയോഗിച്ച് മോഡിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ റോഡ് കാണുന്നത് ഈ കുറച്ച് ദൂരം അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഈ റോഡ് അവസാനിക്കും. പിന്നീട് അങ്ങോട്ട് വീടുകളൊന്നുമില്ല. കാണുന്ന മല കണ്ടോ, ആ മല വരെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടില്ല. ആ ചെറിയൊരു വൈറ്റ് കാണുന്നതാണ് ഇവിടെ നിന്നുള്ള വാട്ടർ ടാങ്ക് കേട്ടോ. അതെന്നാണ് ഇവിടെ നിന്നുള്ള പ്രദേശത്തേക്കെല്ലാം വെള്ളം എത്തിച്ചു കൊടുക്കുന്നത്. ആ മലയുടെ താഴത്താണ് ആ വാട്ടർ ടാങ്ക് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്, കാരണം ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ കാണുന്ന മലയുടെ ഇതുണ്ട് ഇതൊരു മഡ് ടവറാണ്. മഡ് ടവർ ഇവിടെ ഏകദേശം ഒമാനിൽ കൂടുതലും നമ്മൾ കാണാൻ കഴിയും. അതേപോലെ ആ മലയുടെ മേലെ അവർ വീട് വെച്ചിട്ടുണ്ട്. പിന്നീട് ഈ ഇപ്പുറത്തും ഇതേപോലെ കുറേ മലകളുടെ മേലെയാണ് കൂടുതലും ഇവിടെ വീട് വെച്ചിരിക്കുന്നത്. ടൗണിൽ നിന്ന് വിട്ട് മാറി ഒരുപാട് മലയുടെ മേലെ ഇതൊരു മലയുടെ മേലെ വീട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ആ കാണുന്ന ചെറിയ ചെറിയ ഇതെല്ലാം വീടുകളും ബിൽഡിങ്ങുകളും ഹോസ്പിറ്റൽ അങ്ങനെയുള്ളതൊക്കെയാണ് ആ മലയുടെ മേലെ. അതൊരു ഹിൽ വ്യൂ ആണ്. പിന്നീട് ഈ മലയുടെ ചേർന്ന് താഴെ ഈ കുറേ വീടുകളുമുണ്ട്. ഇവിടെ പിന്നെ മഴ പെയ്യുന്ന സമയത്ത് വെള്ളം പെട്ടെന്ന് കയറും. ഈ പ്രദേശത്തെല്ലാം മഴ പെട്ടെന്ന് പെയ്യുന്ന സമയത്ത് വെള്ളം പെട്ടെന്ന് കയറും. ഇത് നമ്മൾ റോഡ് ചെയ്തിരിക്കുന്ന പോലത്തെ മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവർ ഇത് ട്രാക്ക് നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. ഇത് നമ്മൾ എന്താ പറയുക, ഡ്രൈവിംഗ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഡ്രൈവിംഗ് ടെസ്റ്റ് നമ്മളിവിടെ ആണല്ലോ എടുക്കുന്നത് കാറിന്. അതിന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഓരോ ഡ്രൈവിംഗ് ഏജൻസി അവർ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് മറ്റുള്ളവർ പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ഇവർ അറിയാതെ ചെയ്യാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ചെയിനൊക്കെ വെച്ച് ലോക്ക് ചെയ്തിരിക്കുന്നതാണ്. അത് കണ്ടോ നിങ്ങൾ? ഇതൊന്നും അല്ല കേട്ടോ, ഒരെണ്ണമല്ല, ഒരുപാട് കാണാൻ കഴിയും നമുക്ക് ഇതേപോലെ പ്രാക്ടീസ് ചെയ്യുന്നത്. ഒഴിഞ്ഞ സ്ഥലത്താണ് അവർ കൂടുതലും ഇങ്ങനെ ചെയ്യുന്നത്. ഇത് പിന്നെ ഒരു ഈന്തപ്പനയുടെ ഓല കൊണ്ട് സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഒരു കൂടാരം പോലെ സെറ്റ് ചെയ്ത് ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ വരുന്നവർക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. വളരെ മനോഹരമായിട്ട് തന്നെ അവർ അതിനെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ സാധാരണ ഓലയെ പോലെ പെട്ടെന്ന് അങ്ങോട്ട് കേടുവരില്ല. ഇതിന് ഇലയ്ക്ക് കനമുള്ള കാരണം പെട്ടെന്ന് അങ്ങനെ അത് കേടുവരാൻ ചാൻസ് കുറവാണ്. വെയിലകത്തോട്ട് കയറുന്നത് വളരെ കുറവാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ എന്തെങ്കിലും കമൻറ്റുകൾ എന്തുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അത് കുറിക്കാനും മറക്കരുത് കേട്ടോ.